നമ്മൾ കുറച്ച് മുൻപ് ഒരു പ്രതികരണം കേട്ടിരുന്നു. അത് സാഹിത്യകാരൻ ടി പത്മനാഭൻ്റെ ആയിരുന്നു. ഇപ്പോൾ കെ സച്ചിദാനന്ദൻ്റെ ഒരു വാർത്ത വരുന്നത് കെ സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. രാജി ഇന്നുണ്ടായിരിക്കുമെന്ന് ഫേസ്ബുക്ക് കമൻറ്റിലൂടെ സൂചന നൽകിയിട്ടുണ്ട്. ഇടതുപക്ഷത്തെ മനുഷ്യർ തന്നെയാണ് ഇത് ഇടതുപക്ഷം അല്ലാതായി എന്നറിഞ്ഞ് LDFനെതിരെ വോട്ട് ചെയ്തതെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു. തുടർ ഭരണവുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദൻ അഭിപ്രായം പറഞ്ഞത് നേരത്തെ വലിയ വിവാദമായിരുന്നു. ലെവിൻ കെ വിജയൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ലെവിൻ, സേതു, ഇന്നലെ അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇത്തരത്തിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതായുള്ള സൂചനകൾ നൽകിയിരിക്കുന്നത്. മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു ലേഖനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സംസ്ഥാനത്തുണ്ടായ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ അഭിപ്രായ പ്രകടനം പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിലൂടെ. അതിനുശേഷം ആ ഫേസ്ബുക്ക് കുറിപ്പിന് വന്ന കമൻറ്റിലൂടെയാണ് ഈ മുൾക്കിരീടം നാളെ ഇറക്കി വെക്കുമെന്നുള്ള നിലയിൽ അദ്ദേഹം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതിനെക്കുറിച്ചുള്ള സൂചന നൽകിയിരിക്കുന്നത്. 5 വർഷക്കാലം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഡൽഹിയിൽ സ്ഥിരതാമസമായിരുന്ന അദ്ദേഹം ഈ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലേക്ക് എത്തുന്നതും പിന്നീട് തൃശ്ശൂരിൽ കഴിഞ്ഞ 5 വർഷക്കാലം സ്ഥിരതാമസം താമസിക്കുന്നതുമെല്ലാം. അതിനുശേഷം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ പത്രത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലെ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു. തുടർഭരണത്തിനെതിരെ അദ്ദേഹം നിലപാട് സ്വീകരിക്കുകയും അത് വലിയ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തു വരുമ്പോൾ ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള മുൻകാല നക്സലൈറ്റ് പ്രവർത്തകനായിട്ടുള്ള കവി സച്ചിദാനന്ദൻ ഇത്തരത്തിൽ അഭിപ്രായപ്പെടുന്നത്. ഇടതുപക്ഷമല്ലാതായി എന്നറിഞ്ഞ് ഇടതുപക്ഷ പ്രവർത്തകർ തന്നെയാണ് സർക്കാരിനെതിരായിട്ടുള്ള വോട്ടുകൾ രേഖപ്പെടുത്തിയത്. അത് സത്യസന്ധരായ നേതാക്കൾ സമ്മതിച്ചിട്ടുമുണ്ട്. 2 വലതുപക്ഷ കക്ഷികൾ തമ്മിലായിരുന്നു മത്സരം നടന്നത് എന്ന് എല്ലാ ശരിയായ ഇടതുപക്ഷക്കാരും തിരിച്ചറിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും പാർട്ടിക്കും പകരം വ്യക്തിയെ നോക്കി ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമോ എന്ന് പാർട്ടികൾ നടത്തുന്ന ആശയപരവും വർഗപരവുമായ അഴിച്ചുപണിയെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് CPM-ഉം CPI-യും അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആശയപരമായും വർഗപരമായും പാർട്ടിക്കുള്ളിൽ, സംഘടനയ്ക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ ഉണ്ടാക്കുന്ന തെറ്റിതിരുത്തൽ നയങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ലഘുകുറിപ്പോടു കൂടിയാണ് അദ്ദേഹം പരാമർശങ്ങൾ അവസാനിപ്പിക്കുന്നത്. അത്തരം ഒരു പോസ്റ്റിന് വന്ന കമൻറ്റുകൾക്കുള്ള മറുപടി എന്നുള്ള നിലയാണ്. ജയപ്രകാശ് രാഘവ പണിക്കർ എന്ന് പറയുന്ന വ്യക്തി, താങ്കളുടെ ആഗ്രഹം പോലെ തന്നെ മാറ്റം നടന്നു. ഇനി താങ്കൾ ഇരിക്കുന്ന പദവിയിൽ കൂടി ഒരു മാറ്റം വേണ്ടേ? മാറ്റമില്ലെങ്കിൽ അവിടുന്ന് ദുഷിക്കില്ലേ എന്നുള്ള ചോദ്യം കമൻ്റായി ഉന്നയിക്കുന്നു. അതിന് മറുപടി എന്നുള്ള നിലയിലാണ് സച്ചിദാനന്ദൻ ഈ മുൾക്കിടക്ക നാളെ വിടുന്നു എന്നുള്ള നിലയിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം ഇന്ന് രാജിവെക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ആ കുറിപ്പിലൂടെ അല്ലെങ്കിൽ ആ കമൻറ്റിന് നൽകിയ മറുപടിയിലൂടെ സൂചിപ്പിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അദ്ദേഹത്തെ നമ്മൾ 2-3 വട്ടം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. നേരത്തെയും സമാനമായ സാഹചര്യങ്ങളിൽ നേരിട്ടൊരു പ്രതികരണത്തിന് പലപ്പോഴും കെ സച്ചിദാനന്ദൻ മാഷ് മുതിർന്നിട്ടില്ല. ഇന്ന് അദ്ദേഹം സാഹിത്യ അക്കാദമിയിൽ എത്തുമോ? നേരത്തെ അദ്ദേഹത്തിന്റെ പല പ്രതികരണമൊക്കെ വലിയ വിവാദമായതാണ്. കെ സച്ചിദാനന്ദൻ ഈ തുടർഭരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടത്തിയ വിവാദം അത് വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തതൊക്കെയാണ്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഭരണനഷ്ടത്തിന് പിന്നാലെയുള്ള സച്ചിദാനന്ദൻ്റെ പ്രതികരണമല്ല, ഫേസ്ബുക്ക് പോസ്റ്റിന് കമൻ്റായിട്ട് വന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം.